ശാന്തി 23/7/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, എപ്പോൾ സമയം ലഭിക്കുന്നുവോ അപ്പോൾ ഏകാന്തതയിൽ ഇരുന്ന് വിചാരസാഗര മഥനം ചെയ്യൂ. എന്ത് പോയിന്റ്സ് കേൾക്കുന്നുവോ അതിനെ റിവൈസ് ചെയ്യൂ. ചോദ്യം: നിങ്ങളുടെ ഓർമ്മയുടെ യാത്ര എപ്പോൾ പൂർത്തിയാകുന്നു? ഉത്തരം: എപ്പോഴാണോ നിങ്ങളുടെ യാതൊരു കർമ്മേന്ദ്രിയങ്ങളും ചതിക്കാത്തത്, കർമാതീത അവസ്ഥ ഉണ്ടാകുന്നത്, അപ്പോൾ ഓർമ്മയുടെ യാത്ര പൂർത്തിയാകും. ഇപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും പുരുഷാർത്ഥം ചെയ്യണം. പ്രതീക്ഷയറ്റവർ ആകരുത്. സേവനത്തിൽ തൽപരരായി ഇരിക്കണം. ഓം ശാന്തി. മധുരമധുരമായ കുട്ടികൾ ആത്മാഭിമാനിയായി ഇരിക്കുകയാണോ? കുട്ടികൾ മനസ്സിലാക്കുന്നു, പകുതി കൽപ്പം നമ്മൾ ദേഹാഭിമാനിയായിരുന്നു. ഇപ്പോൾ ദേഹി അഭിമാനി ആയിരിക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കേണ്ടി വരുന്നു. ബാബ വന്ന് മനസ്സിലാക്കി തരുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ഇരിക്കൂ. അപ്പോൾ തന്നെയാണ് ബാബ ഓർമ്മ വരും. ഇല്ലെങ്കിൽ മറന്നുപോകും. ഓർമ്മിക്കുന്നില്ലെങ്കിൽ എങ്ങനെ യാത്ര ചെയ്യുവാൻ സാധിക്കും? പാപം എങ്ങനെ ഇല്ലാതാകും? നഷ്ടമുണ്ടാകും. ഇത് ഓരോ നിമിഷവും ഓർമ്മിക്കും. ഇതാണ് മുഖ്യമായ കാര്യം. ബാക്കി ബാബ അനേകം പ്രകാരത്തിലുള്ള യുക്തികൾ പറഞ്ഞു തരുന്നു. റോങ് എന്താണ്, റൈറ്റ് എന്താണ്, അതും മനസ്സിലാക്കിച്ചു. ബാബയാകട്ടെ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. ഭക്തിയെയും അറിയുന്നു. കുട്ടികൾക്ക് ഭക്തിയിൽ എന്തെല്ലാമാണ് ചെയ്യേണ്ടി വരുന്നത് മനസ്സിലാക്കിച്ചു തരുന്നു. ഈ യജ്ഞം, തപം തുടങ്ങിയവ ചെയ്യുന്നത് ഇവയെല്ലാം ഭക്തി മാർഗമാണ്. ബാബയുടെ മഹിമ ചെയ്യുന്നുണ്ട്, പക്ഷേ തല കീഴായതാണ്. വാസ്തവത്തിൽ ശ്രീകൃഷ്ണന്റെ മഹിമ പോലും പൂർണ്ണമായും അറിയുന്നില്ല. ഓരോ കാര്യത്തെയും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണല്ലോ. ശ്രീകൃഷ്ണനെ ഏതുപോലെ വൈകുണ്ഠനാഥൻ എന്ന് പറയുന്നു. ശരി, ബാബ ചോദിക്കുന്നു, ശ്രീകൃഷ്ണനെ ത്രിലോകിനാഥൻ എന്ന് പറയുവാൻ സാധിക്കുമോ? ത്രിലോകിനാഥൻ എന്ന് പാടപ്പെടുന്നുണ്ടല്ലോ. ഇപ്പോൾ ത്രിലോകിനാഥൻ എന്നാൽ 3 ലോകത്തിൻ്റെയും, അതായത് മൂലവതനം, സൂക്ഷ്മവതനം, സ്ഥൂലവതനം. നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ ബ്രഹ്മാണ്ടത്തിൻ്റെയും അധികാരിയാണ്. ശ്രീകൃഷ്ണൻ ബ്രഹ്മാണ്ടത്തിൻ്റെ അധികാരിയാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ടാകുമോ? ഇല്ല. കൃഷ്ണൻ വൈകുണ്ഠത്തിലായിരുന്നു. വൈകുണ്ഠം എന്ന് പറയുന്നത് സ്വർഗത്തെ, പുതിയ ലോകത്തെയാണ്. അപ്പോൾ വാസ്തവത്തിൽ ത്രിലോകിനാഥനായി ആരും തന്നെയില്ല. ബാബ ശരിയായ കാര്യങ്ങളാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. 3 ലോകങ്ങളുണ്ട്. ബ്രഹ്മാണ്ടത്തിൻ്റെ അധികാരി ശിവ് ബാബയുമാണ്, നിങ്ങളുമാണ്. സൂക്ഷ്മവതനത്തിൻ്റെ കാര്യം തന്നെയില്ല. ആ ഒന്ന് സ്ഥൂലവതനത്തിൻ്റെ അധികാരിയല്ല, സ്വർഗത്തിൻ്റെയുമല്ല, നരകത്തിൻ്റെയും അധികാരിയല്ല. ശ്രീകൃഷ്ണൻ സ്വർഗത്തിൻ്റെ അധികാരിയാണ്. നരകത്തിൻ്റെ അധികാരി രാവണനാണ്. ഇതിനെ രാവണ രാജ്യമെന്നും ആസുരിയ രാജ്യം എന്നും പറയുന്നു. മനുഷ്യർ പറയുന്നുമുണ്ട്, പക്ഷേ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ കുട്ടികൾക്ക് ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. രാവണന് 10 തല കാണിച്ചിരിക്കുന്നു. 5 വികാരം സ്ത്രീയുടെയും 5 വികാരം പുരുഷൻ്റെതും. ഇപ്പോൾ 5 വികാരം എല്ലാവരെക്കുറിച്ചുമുള്ളതാണ്. എല്ലാവരും രാവണ രാജ്യത്തിലാണ്. ഇപ്പോൾ നിങ്ങൾ ശ്രേഷ്ഠാചാരി ആയിക്കൊണ്ടിരിക്കുന്നു. ബാബ വന്ന് ശ്രേഷ്ഠാചാരി ലോകം നിർമ്മിക്കുന്നു. ഏകാന്തതയിൽ ഇരിക്കുന്നതിലൂടെ ഇങ്ങനെയുള്ള വിചാരസാഗര മഥനം നടക്കും. ആ പഠനത്തിനു വേണ്ടിയും സ്റ്റുഡൻറ് ഏകാന്തതയിൽ പുസ്തകവും എടുത്തുകൊണ്ട് പോയി പഠിക്കുന്നു. നിങ്ങൾക്ക് പുസ്തകമൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ പോയിന്റ്സ് നോട്ട് ചെയ്യുന്നു. ഇതിനെ പിന്നീട് റിവൈസ് ചെയ്യേണ്ടതാണ്. മനസ്സിലാക്കേണ്ടതായ വളരെ ഗുഹ്യമായ കാര്യങ്ങളാണിത്. ബാബ പറയുന്നുവല്ലോ, ഇന്ന് നിങ്ങളെ ഗുഹ്യത്തിലും ഗുഹ്യം
പുതിയതിലും പുതിയ പോയിന്റ്സ് മനസ്സിലാക്കിച്ചു തരുന്നു. പാരസ്പുരിയുടെ അധികാരി ലക്ഷ്മി നാരായണന്മാരാണ്. വിഷ്ണുവാണ് എന്നും പറയുകയില്ല. വിഷ്ണുവിനെ കുറിച്ച് പോലും ഇത് ലക്ഷ്മി നാരായണനാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഷോർട്ടായി എയിം ഓബ്ജക്റ്റ് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. ബ്രഹ്മാവും സരസ്വതിയും പരസ്പരം മെയിൽ ഫീമെയിൽ അല്ല. ഇദ്ദേഹമാകട്ടെ പ്രജാപിത ബ്രഹ്മാവാണല്ലോ. പ്രജാപിത ബ്രഹ്മാവിനെ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുവാൻ സാധിക്കും. ശിവ് ബാബയെ കേവലം ബാബ എന്ന് പറയും. ബാക്കി എല്ലാവരും ബ്രദേഴ്സാണ്. ഈ എല്ലാവരും ബ്രഹ്മാവിൻ്റെ കുട്ടികളാണ്. എല്ലാവർക്കും അറിയാം നമ്മൾ ഭഗവാന്റെ കുട്ടികൾ ബ്രദേഴ്സ് ആയിരിക്കുന്നു എന്ന്. പക്ഷേ അത് നിരാകാരി ലോകത്തിലാണ്. ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണരായിരിക്കുന്നു. പുതിയ ലോകം എന്ന് സത്യയുഗത്തെ പറയുന്നു. ഇതിൻ്റെ പേര് പിന്നെ പുരുഷോത്തമ സംഗമയുഗം എന്ന് വെച്ചിരിക്കുന്നു. സത്യയുഗത്തിൽ ഉണ്ടായിരിക്കുന്നത് തന്നെ പുരുഷോത്തമരാണ്. ഇത് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ പുതിയ ലോകത്തിനു വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഈ സംഗമത്തിൽ തന്നെയാണ് നിങ്ങൾ പുരുഷോത്തമർ ആകുന്നത്. നമ്മൾ ലക്ഷ്മി നാരായണന്മാരാകും എന്ന് പറയുന്നുമുണ്ട്. ഇവരാണ് ഏറ്റവും ഉത്തമമായ പുരുഷൻ. അവരെ പിന്നെ ദേവത എന്ന് പറയുന്നു. ഉത്തമത്തിലും ഉത്തമം നമ്പർ 1 ലക്ഷ്മി നാരായണനാണ്. പിന്നെ നമ്പർ അനുസരിച്ച് നിങ്ങൾ കുട്ടികൾ ആയിത്തീരും. സൂര്യവംശി കുലത്തെ ഉത്തമം എന്ന് പറയും. നമ്പർ 1 ആണല്ലോ. പതുക്കെ പതുക്കെ കല കുറഞ്ഞു വരുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ പുതിയ ലോകത്തിൻ്റെ മുഹൂർത്തം കുറിക്കുന്നു. ഏതുപോലെ പുതിയ വീട് തയ്യാറാകുമ്പോൾ കുട്ടികൾ സന്തോഷിക്കുന്നുവല്ലോ, മുഹൂർത്തം കുറിക്കുന്നു. നിങ്ങൾ കുട്ടികളും പുതിയ ലോകത്തെ കണ്ട് സന്തോഷിക്കുന്നു, മുഹൂർത്തം കുറിക്കുന്നു. സ്വർണ്ണ പുഷ്പങ്ങളുടെ വർഷമുണ്ടാകുന്നു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ കുട്ടികൾക്ക് എത്ര സന്തോഷത്തിൻ്റെ രസം കയറേണ്ടതാണ്. നിങ്ങൾക്ക് സുഖവും ശാന്തിയും രണ്ടും ലഭിക്കുന്നു. ഇത്രയും സുഖവും ശാന്തിയും ലഭിക്കുന്നവർ രണ്ടാമതാരും തന്നെയില്ല. രണ്ടാമത്തെ ധർമ്മം വരുമ്പോൾ ദ്വൈതം ഉണ്ടാകുന്നു. നിങ്ങൾ കുട്ടികൾക്ക് അപാര സന്തോഷമുണ്ട്. നമ്മൾ പുരുഷാർത്ഥം ചെയ്ത് ഉയർന്ന പദവി നേടട്ടെ. എന്ത് ഭാഗ്യത്തിലുണ്ടാകുമോ അത് ലഭിക്കും. പാസ്സാകേണ്ടതാണെങ്കിൽ ആകും. ഇങ്ങനെ പാടില്ല, അരുത്. ഓരോ കാര്യത്തിലും പുരുഷാർത്ഥം തീർച്ചയായും ചെയ്യണം. പുരുഷാർത്ഥം എത്തിച്ചേരുന്നില്ലെങ്കിൽ എന്ത് ഭാഗ്യത്തിലുണ്ടാകുമോ അത് എന്ന് പറയുന്നു. പിന്നെ പുരുഷാർത്ഥം ചെയ്യുന്നതും അവസാനിക്കുന്നു. ബാബ പറയുന്നു, മാതാക്കളായ നിങ്ങളെ എത്ര ഉയർന്നതാക്കി മാറ്റുന്നു. ഫീമെയിൽസിന് മാന്യത എല്ലാ സ്ഥാനത്തുമുണ്ട്. വിദേശത്തും മാന്യതയുണ്ട്. ഇവിടെ പെൺകുട്ടി ജനിക്കുകയാണെങ്കിൽ കട്ടിൽ മറിച്ചിടുന്നു. ലോകം തികച്ചും ഡേർട്ടിയാണ്. ഈ സമയം നിങ്ങൾ കുട്ടികൾക്കറിയാം ഭാരതം എന്തായിരുന്നു, ഇപ്പോൾ എന്തായിരിക്കുന്നു. മനുഷ്യർ മറന്നിരിക്കുകയാണ്. കേവലം ശാന്തി ശാന്തി എന്ന് യാചിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വത്തിൽ ശാന്തി ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ ലക്ഷ്മി നാരായണന്മാരുടെ ചിത്രം കാണിച്ചു കൊടുക്കൂ. ഇവരുടെ രാജ്യം ഉണ്ടായിരുന്നപ്പോൾ പവിത്രതയും സുഖവും ശാന്തിയും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള രാജ്യമല്ലേ വേണ്ടത്. മൂലവചനത്തിലാണെങ്കിൽ വിശ്വത്തിൻ്റെ ശാന്തി എന്ന് പറയില്ല. വിശ്വത്തിൽ ശാന്തി എന്നത് ഇവിടെ ആയിരിക്കുമല്ലോ. ദേവതമാരുടെ രാജ്യം മുഴുവൻ വിശ്വത്തിലും ഉണ്ടായിരുന്നു. മൂലവചനമാകട്ടെ ആത്മാക്കളുടെ ലോകമാണ്. ആത്മാക്കളുടെ ലോകമുണ്ട് എന്നതും മനുഷ്യർക്കറിയില്ല. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ എത്ര ഉയർന്ന പുരുഷോത്തമനാക്കി മാറ്റുന്നു. ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. ഭഗവാൻ വന്നു കഴിഞ്ഞു എന്ന് ഉച്ചത്തിൽ നിലവിളിക്കുക ഇങ്ങനെ പാടില്ല. എങ്കിൽ ആരും അംഗീകരിക്കില്ല. കൂടുതൽ അപകീർത്തി ഉണ്ടാക്കുകയും ചെയ്യും. പറയും, BK അവരുടെ ബാബയെ ഭഗവാൻ എന്ന് പറയുന്നു.
ഇങ്ങനെ സർവീസ് നടക്കുകയില്ല. ബാബ യുക്തി പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു. മുറിയിൽ 8-10 ചിത്രങ്ങൾ ചുവരിൽ നല്ല രീതിയിൽ തൂക്കിയിടൂ. പുറത്ത് എഴുതി വയ്ക്കൂ, പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സുഖത്തിൻ്റെ സമ്പത്ത് നേടണമെങ്കിൽ, അഥവാ മനുഷ്യനിൽ നിന്നും ദേവതയാകണമെങ്കിൽ വരൂ, നമ്മൾ താങ്കൾക്ക് മനസ്സിലാക്കിച്ചു തരാം. ഇങ്ങനെ വളരെ പേർ വരാൻ തുടങ്ങും. സ്വയമേ വന്നുകൊണ്ടിരിക്കും. വിശ്വത്തിൽ ശാന്തി ഉണ്ടായിരുന്നുവല്ലോ. ഇപ്പോൾ ഇത്ര അനേകം ധർമ്മങ്ങളുണ്ട്. തമോ പ്രധാന ലോകത്തിൽ ശാന്തി എങ്ങനെ ഉണ്ടാകുവാനാണ്? ഭഗവാന് മാത്രമേ വിശ്വത്തിൽ ശാന്തി ഉണ്ടാക്കുവാൻ സാധിക്കൂ. ശിവബാബ വരുന്നു. തീർച്ചയായും എന്തെങ്കിലും സമ്മാനം കൊണ്ടുവരുന്നുണ്ടാകും. ഒരേ ഒരു ബാബയാണ് ഇത്രയും അകലെ നിന്നും വരുന്നത്. ഈ ബാബ ഒരു തവണയാണ് വരുന്നത്. ഇത്രയും ഉയർന്ന ബാബ 5000 വർഷത്തിന് ശേഷമാണ് വരുന്നത്. യാത്ര ചെയ്ത് മടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി സമ്മാനങ്ങൾ കൊണ്ടുവരാറില്ലേ? സ്ത്രീയുടെ പതി കുട്ടികളുടെ അച്ഛനുമാകുന്നുവല്ലോ. പിന്നെ ദാദായും മുത്തച്ഛനും മുതുമുത്തച്ഛനും ആകുന്നു. ഈ ഒന്നിനെ നിങ്ങൾ ബാബ എന്ന് പറയുന്നു. പിന്നെ ഗ്രാൻഡ് ഫാദറും ആകും, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറും ആകും. വംശാവലികൾ ഉണ്ടല്ലോ. ആഡം, ആദിദേവൻ എന്ന പേരുണ്ട്. പക്ഷേ മനുഷ്യർ മനസ്സിലാക്കുന്നില്ല. കുട്ടികളായ നിങ്ങൾക്ക് ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ബാബയിലൂടെ സൃഷ്ടിചക്രത്തിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും നിങ്ങൾ അറിഞ്ഞ് ചക്രവർത്തി രാജാവായിക്കൊണ്ടിരിക്കുന്നു. ബാബ എത്ര സ്നേഹത്തോടെയും താല്പര്യത്തോടുമാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും പഠിക്കണമല്ലോ. രാവിലെയുള്ള സമയം എല്ലാവരും ഫ്രീ ആകുന്നു. രാവിലെ ക്ലാസ് ഉണ്ടാകുന്നു. 1/4 മണിക്കൂർ മുരളി കേട്ട് പിന്നെ പോകൂ. ഓർമ്മയാകട്ടെ, എവിടെ ഇരുന്ന് ചെയ്യുവാനും സാധിക്കും. ഞായറാഴ്ച ദിവസം അവധിയാണ്. രാവിലെ 2-3 മണിക്കൂർ ഇരിക്കൂ. പകലിലേക്കുള്ള സമ്പാദ്യം മേക്കപ്പ് ചെയ്യൂ. പൂർണ്ണമായും സഞ്ചി നിറയ്ക്കൂ. സമയം ലഭിക്കുന്നുവല്ലോ. മായയുടെ കൊടുങ്കാറ്റ് വരുന്നതിലൂടെ ഓർമ്മിക്കുവാൻ സാധിക്കുന്നില്ല. ബാബ തികച്ചും സഹജമായി മനസ്സിലാക്കിച്ചു തരുന്നു. ഭക്തിമാർഗത്തിൽ എത്ര സത്സംഗങ്ങളിൽ പോകുന്നു. ശ്രീകൃഷ്ണന്റെ ക്ഷേത്രത്തിൽ, പിന്നെ ശ്രീനാഥന്റെ ക്ഷേത്രത്തിൽ, പിന്നെ മറ്റാരുടെയെങ്കിലും ക്ഷേത്രത്തിൽ പോകും. യാത്രയും എത്ര വ്യഭിചാരിയാകുന്നു. ഇത്രയും പ്രയാസവും എടുക്കുന്നു. നേട്ടം യാതൊന്നുമില്ല. ഡ്രാമയിൽ ഇതും അടങ്ങിയിട്ടുണ്ട്, വീണ്ടും ഉണ്ടാകും. നിങ്ങളുടെ ആത്മാവിൽ പാർട്ട് അടങ്ങിയിരിക്കുന്നു. സത്യയുഗത്തിലും ത്രേതായിലും ഏതൊരു പാർട്ടാണോ കഴിഞ്ഞ കൽപ്പത്തിൽ അഭിനയിച്ചത് അത് തന്നെ അഭിനയിക്കും. സ്ഥൂല ബുദ്ധികൾ ഇതും മനസ്സിലാക്കുന്നില്ല. ആരാണോ സൂക്ഷ്മ ബുദ്ധിയുള്ളവർ അവർക്കാണ് നല്ല രീതിയിൽ മനസ്സിലാക്കിയ ശേഷം മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നത്. അവരുടെ ഉള്ളിൽ ഈ തോന്നൽ വരുന്നു, ഈ അനാദിയായ നാടകം തയ്യാറാക്കപ്പെട്ടതാണ്. ലോകത്തിൽ ആരും തന്നെ മനസ്സിലാക്കുന്നില്ല ഇത് പരിധിയില്ലാത്ത നാടകമാണ് എന്ന്. ഇത് മനസ്സിലാക്കുന്നതിനും സമയമെടുക്കുന്നു. ഓരോ കാര്യത്തെയും ഡീറ്റെയിലായി മനസ്സിലാക്കിച്ചു തന്ന ശേഷം പറയുന്നു, മുഖ്യമായത് ഓർമ്മയുടെ യാത്രയാണ്. സെക്കൻഡിൽ ജീവൻ മുക്തി എന്നും പാടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ജ്ഞാനത്തിൻ്റെ സാഗരം എന്നും മഹിമയുണ്ട്. മുഴുവൻ സാഗരത്തെ മഷിയാക്കൂ, വനങ്ങളെ പേനയാക്കൂ, ഭൂമിയെ കടലാസാക്കൂ. എങ്കിൽ പോലും അവസാനിക്കുക സാധ്യമല്ല. ആരംഭം മുതൽ നിങ്ങൾ എത്ര എഴുതി വന്നു? അനേകം കടലാസുകളാകുമായിരുന്നേനെ. നിങ്ങൾക്കാകട്ടെ തിരക്ക് കൊള്ളേണ്ട ആവശ്യമില്ല. മുഖ്യമായത് അൽഫാണ്. ബാബയെ ഓർമ്മിക്കണം. ഇവിടെയും നിങ്ങൾ വരുന്നു ശിവബാബയുടെ അടുക്കൽ. ശിവബാബ ഇദ്ദേഹത്തിൽ പ്രവേശിച്ച് നിങ്ങളെ എത്ര സ്നേഹത്തോടെ പഠിപ്പിക്കുന്നു. യാതൊരു വലിപ്പവും കാണിക്കുന്നില്ല. ബാബ പറയുന്നു, ഞാൻ പഴയ ശരീരത്തിലാണ് വരുന്നത്.
എത്ര സാധാരണ രീതിയിൽ ശിവ് ബാബ വന്നു പഠിപ്പിക്കുന്നു. യാതൊരു അഹങ്കാരവുമില്ല. ബാബ പറയുന്നു, നിങ്ങൾ എന്നോട് പറയുന്നു, ബാബ പതീത ലോകത്തിൽ പതീത ശരീരത്തിൽ വരൂ, വന്ന് നമുക്ക് ശിക്ഷണം നൽകൂ എന്ന്. സത്യയുഗത്തിൽ വിളിക്കുന്നില്ല, വന്ന് വജ്ര വൈഡൂര്യങ്ങളുടെ കൊട്ടാരത്തിൽ ഇരിക്കൂ, ഭോജനവും മറ്റും സ്വീകരിക്കൂ എന്ന്. ശിവ് ബാബ ഭോജനം കഴിക്കുന്നില്ല. മുൻപ് വിളിക്കുമായിരുന്നു, വന്ന് ഭോജനം കഴിക്കൂ. 36 പ്രകാരത്തിലെ ഭോജനം കഴിപ്പിക്കുമായിരുന്നു. അത് വീണ്ടും ഉണ്ടാകും. ഇതിനെയും ചരിത്രം എന്ന് തന്നെ പറയാം. ശ്രീകൃഷ്ണന്റെ ചരിത്രം എന്താണ്? കൃഷ്ണൻ സത്യയുഗത്തിലെ പ്രിൻസ് ആണ്. കൃഷ്ണനെ പതീത പാവനൻ എന്ന് പറയില്ല. സത്യയുഗത്തിൽ കൃഷ്ണൻ വിശ്വത്തിന്റെ അധികാരി എങ്ങനെയാണായത്? ഇതും ഇപ്പോൾ നിങ്ങൾ അറിയുന്നു. മനുഷ്യരാണെങ്കിൽ തികച്ചും ഘോര അന്ധകാരത്തിലാണ്. ഇപ്പോൾ നിങ്ങൾ ഘോര പ്രകാശത്തിലാണ്. ബാബ വന്ന് രാത്രിയെ പകലാക്കി മാറ്റുന്നു. അരകൽപ്പം നിങ്ങൾ രാജ്യം ഭരിക്കുന്നു. അപ്പോൾ എത്ര സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. നിങ്ങളുടെ ഓർമ്മയുടെ യാത്ര പൂർത്തിയാകുന്നത് നിങ്ങളുടെ ഒരു കർമ്മേന്ദ്രിയങ്ങളും ചതിക്കാതിരിക്കുമ്പോഴാണ്. കർമാതീത അവസ്ഥ ഉണ്ടാകണം. അപ്പോൾ ഓർമ്മയുടെ യാത്ര പൂർത്തിയാകും. ഇപ്പോൾ പൂർത്തിയായിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും പുരുഷാർത്ഥം ചെയ്യണം. പ്രതീക്ഷയില്ലാത്തവരാകരുത്. സർവീസും സർവീസും. ബാബയും വന്ന് വൃദ്ധ ശരീരത്തിലൂടെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ബാബ ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമാണ്. കുട്ടികളെക്കുറിച്ച് എത്ര ചിന്തയുണ്ടായിരിക്കുന്നു. ഇതുണ്ടാക്കണം, കെട്ടിടമുണ്ടാക്കണം. ഏതുപോലെ ലൗകിക അച്ഛന് പരിധിയുള്ള ചിന്തകൾ ഉണ്ടായിരിക്കുന്നത്, അതേപോലെ പാരലൗകിക അച്ഛനും പരിധിയില്ലാത്ത ചിന്ത ഉണ്ടായിരിക്കുന്നു. നിങ്ങൾ കുട്ടികളുടെ തന്നെ സർവീസ് ചെയ്യേണ്ടതുണ്ട്. ദിനം പ്രതിദിനം വളരെയധികം സഹജമായിക്കൊണ്ടിരിക്കുന്നു. എത്രത്തോളം വിനാശത്തിന് സമീപം വന്നുകൊണ്ടിരിക്കുമോ അത്രയും ശക്തി വന്നുകൊണ്ടിരിക്കും. ഭീഷ്മ പിതാമഹനും മറ്റും അന്തിമത്തിൽ അമ്പേറ്റു എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അമ്പേൽക്കുകയാണെങ്കിൽ വളരെയധികം കോലാഹലം ഉണ്ടാകുമായിരുന്നേനെ. ഇത്രയും തിരക്കുണ്ടാകും. ആ കാര്യം ചോദിക്കുകയേ വേണ്ട. തല ചൊറിയുവാൻ പോലും നേരമില്ല എന്ന് പറയുന്നുവല്ലോ. അങ്ങനെ ആരുമില്ല. പക്ഷേ തിരക്കുണ്ടാകുമ്പോൾ പിന്നെ അങ്ങനെ പറയുന്നു. എപ്പോഴാണോ ഇവർക്ക് അമ്പേൽക്കുന്നത് അപ്പോൾ പിന്നെ നിങ്ങളുടെ പ്രഭാവം പുറത്തു വരും. എല്ലാ കുട്ടികൾക്കും ബാബയുടെ പരിചയം ലഭിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് 3 അടി ഭൂമിയിൽ പോലും ഈ അവിനാശി ഹോസ്പിറ്റലും ഗോഡ്ലി യൂണിവേഴ്സിറ്റിയും തുറക്കുവാൻ സാധിക്കും. ധനമില്ലെങ്കിലും കുഴപ്പമില്ല. ചിത്രങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. സർവീസിൽ മാനം, അപമാനം, ദുഃഖം, സുഖം, തണുപ്പ്, ചൂട് എല്ലാം സഹിക്കേണ്ടതുണ്ട്. ആരെയെങ്കിലും വജ്രതുല്യം ആക്കി മാറ്റുക നിസ്സാര കാര്യമാണോ? ബാബ എപ്പോഴെങ്കിലും ക്ഷീണിക്കുന്നുണ്ടോ? നിങ്ങൾ എന്തുകൊണ്ട് ക്ഷീണിക്കുന്നു? ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: രാവിലെയുള്ള സമയം 1/4 മണിക്കൂർ വളരെ സ്നേഹപൂർവ്വം താല്പര്യത്തോടെ പഠനം പഠിക്കണം. ബാബയുടെ ഓർമ്മയിലിരിക്കണം. ഓർമ്മയുടെ അങ്ങനെയുള്ള പുരുഷാർത്ഥം ഉണ്ടാകണം. അതിലൂടെ സർവ കർമ്മേന്ദ്രിയങ്ങളും വശത്താകണം. സേവനത്തിൽ ദുഃഖം, സുഖം, മാനം, അപമാനം, തണുപ്പ്, ചൂട് എല്ലാം സഹിക്കണം. ഒരിക്കലും സർവീസിൽ ക്ഷീണിച്ചു പോകരുത്. 3 അടി ഭൂമിയിലും ഹോസ്പിറ്റൽ കം യൂണിവേഴ്സിറ്റി തുറന്ന് വജ്രതുല്യം ആക്കുന്നതിൻ്റെ സേവനം ചെയ്യണം. വരദാനം: സത്യമായ ആത്മീയ സ്നേഹത്തിൻ്റെ അനുഭൂതി ഉണ്ടാക്കിക്കുന്ന മാസ്റ്റർ സ്നേഹത്തിൻ്റെ സാഗരമായി ഭവിക്കട്ടെ.
ഏതുപോലെ സാഗരത്തിൻ്റെ തീരത്ത് പോകുമ്പോൾ ശീതളതയുടെ അനുഭവം ഉണ്ടാകുന്നു, അതേപോലെ കുട്ടികളായ നിങ്ങൾ മാസ്റ്റർ സ്നേഹത്തിൻ്റെ സാഗരമാകൂ. അപ്പോൾ ഏതൊരു ആത്മാവ് താങ്കളുടെ മുന്നിൽ വന്നാലും അവർക്ക് അനുഭവം ഉണ്ടാകണം. സ്നേഹത്തിൻ്റെ മാസ്റ്റർ സാഗരത്തിൻ്റെ അലകൾ സ്നേഹത്തിൻ്റെ അനുഭൂതി നൽകിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇന്നത്തെ ലോകം സത്യമായ ആത്മീയ സ്നേഹത്തിനു വേണ്ടി ദാഹിക്കുന്നവരാണ്. സ്വാർത്ഥമായ സ്നേഹം കണ്ടുകണ്ട് ആ സ്നേഹത്തിൽ നിന്നും ഹൃദയം ഉപരാമമായി. അതിനാൽ ആത്മീയ സ്നേഹത്തിൻ്റെ ഏതാനും നിമിഷങ്ങളുടെ അനുഭൂതി പോലും ജീവിതത്തിൻ്റെ ആശ്രയമായി മനസ്സിലാക്കും. സ്ലോഗൻ: ജ്ഞാനധനത്താൽ നിറഞ്ഞിരിക്കൂ, എങ്കിൽ സ്ഥൂലധനത്തിൻ്റെ പ്രാപ്തി സ്വതവേ ഉണ്ടായിക്കൊണ്ടിരിക്കും. അവ്യക്ത സൂചന: സങ്കല്പങ്ങളുടെ ശക്തി ശേഖരിച്ച് ശ്രേഷ്ഠ സേവനത്തിന് നിമിത്തമാകൂ. ഏതുപോലെ സത്യയുഗി സൃഷ്ടിയെക്കുറിച്ച് ഒരു രാജ്യം ഒരു ധർമ്മം എന്ന് പറയുന്നു, അതേപോലെ തന്നെ സ്വരാജ്യത്തിലും ഇപ്പോൾ ഒരു രാജ്യം ഉണ്ടാകണം. അതായത് എല്ലാം തൻ്റെ സൂചനയിലൂടെ പ്രവർത്തിക്കുന്നവയാകണം. മനസ്സ് തൻ്റെ മന്മത് നടത്തിക്കരുത്. ബുദ്ധി തൻ്റെ നിർണയശക്തിയുടെ ചഞ്ചലത ഉണ്ടാക്കരുത്. സംസ്കാരം ആത്മാവിനെ നൃത്തമാടിക്കുന്നതാകരുത്. അപ്പോൾ ഒരു ധർമ്മം ഒരു രാജ്യം എന്ന് പറയും. ഇങ്ങനെയുള്ള കൺട്രോളിംഗ് പവർ ധാരണ ചെയ്യൂ. ഇത് തന്നെയാണ് പരിധിയില്ലാത്ത സേവനത്തിൻ്റെ ഉപാധി. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. അശരീരി ആത്മാവായ ഞാൻ ദേഹത്തിൽ ഇരിക്കെ വേറിട്ടും ഒരു ഭാവയ്ക്ക് പ്രിയപ്പെട്ടതുമായ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ വേറിട്ട അവസ്ഥയിൽ മസ്തക സിംഹാസനത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സുഖത്തിൻ്റെയും ശാന്തിയുടെയും അനുഭൂതി സ്വാഭാവികമായി എനിക്ക് ഉണ്ടാകുന്നു. എന്നിൽ നിന്നും സുഖത്തിൻ്റെയും ശാന്തിയുടെയും വൈബ്രേഷൻസ് നാനാഭാഗത്തും വ്യാപിക്കുകയാണ്. ബുദ്ധിബലത്താൽ ഈ ദൃശ്യ ശബ്ദ ലോകത്തിൽ നിന്നും മാറി എൻ്റെ സ്വീറ്റ് സൈലൻസ് ഹോമിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ ശാന്തിധാമത്തിൽ ശാന്തിയുടെ സ്വരൂപമായി ശാന്തി സാഗരനായ ബാബയുടെ ഓർമ്മയിൽ മഗ്നമാകുന്നു. ഈ സർവശ്രേഷ്ഠ യോഗയുക്ത അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ബാബയിൽ നിന്നും സമസ്ത ശക്തികളും സർവ ഗുണങ്ങളും ആത്മാവിൽ നിറയുന്നു. ഈ സമ്പന്ന അവസ്ഥയിൽ വിശ്വമംഗളകാരിയായ ബാബയുമായി ഞാൻ കമ്പൈൻഡ് ആയിരിക്കുന്നു. ശബ്ദത്തിൻ്റെ ലോകത്തിൽ അശാന്തിയിലും ഭയത്തിലും നിരാശയിലും ദുഃഖത്തിലും കഴിയുന്ന ആത്മാക്കൾക്ക് പരമാത്മാ ശാന്തിയും പരമാത്മാ ശക്തിയും ദാനം ചെയ്യുന്നു. ഈ ആത്മാ പരമാത്മാ കമ്പൈൻഡ് സ്വരൂപത്തിലൂടെ മുഴുവൻ വിശ്വത്തിലേക്കും ശാന്തിയുടെയും ശക്തിയുടെയും പ്രകാശബീജികൾ
വ്യാപിച്ച് ആ ആത്മാക്കൾക്ക് ശാന്തിയും ശക്തിയും നൽകട്ടെ. പരമാത്മാ ശക്തികളുടെ ഛത്രഛായയിൽ അവർ സമസ്യാമുക്തരാകട്ടെ. ഓം ശാന്തി.